എന്തൊരു എനർജി അല്ലേ ഡാൻസിന്. ഈ ഡാൻസ് കളിച്ച കണ്ടക്ടറെ നമുക്കൊന്ന് കണ്ടാലോ. ആ കണ്ടക്ടറാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. നമ്മളെക്കാട്ടി ഏജ്ഡായ ആൾക്കാരൊന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടപ്പോൾ എനിക്കങ്ങനെ വെറുതെ ഒരു ജാട കാണിച്ചിരിക്കാൻ തോന്നിയില്ല. അങ്ങനെ ജസ്റ്റ് ഇരുന്ന് കാര്യമില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. ടൂർ പോകുമ്പോൾ ടൂറിന്റെ മൂഡ് തന്നെ അങ്ങ് പോവുക. മസിൽ പിടിച്ചിരിക്കുന്നതില്ല കാര്യമില്ല. കാര്യം നമുക്ക് യാത്രക്കാരാണ് നമ്മുടെ മനുഷ്യ നിങ്ങൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, എനിക്ക് ലിങ്കോടെ അയച്ചു. ഞാൻ അപ്പോഴങ്ങനെ കണ്ടപ്പോൾ ബസ്സിലെ ഒറ്റ ഡാൻസ് കൊണ്ട് വൈറലായ കണ്ടക്ടറാണ് നമ്മുടെ കൂടെ ഉള്ളത്. രാജുവേട്ടൻ നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ആ വീഡിയോ വൈറലായതിനു ശേഷമുള്ള റെസ്പോൺസ് എന്തൊക്കെയാണ് ആളുകളിൽ നിന്നുള്ള? വീഡിയോ വൈറലായതിനു ശേഷം ഒരുപാട് പേര് തിരിച്ചറിയാറുണ്ട്, ഒരുപാട് കോൾസ് വരുന്നുണ്ട്, ഒരുപാട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതേപോലെ ഇന്നും പോയത് ഒരു ക്ഷേത്രദർശനമാണ്. കഴിഞ്ഞ 16-ാം തീയതി ക്ഷേത്രദർശനത്തിൽ നമ്മുടെ ജസ്റ്റ് ട്രിപ്പ് എല്ലാം കഴിഞ്ഞു. അപ്പം ആൾക്കാർ തന്നെ പറഞ്ഞു നമ്മൾ ഭക്തി നിർഭരമായ യാത്രയൊക്കെ തീർന്നില്ല, നമുക്കിങ്ങനെ അടിച്ചോടി പാട്ടൊക്കെ കിട്ടാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ പാട്ട് ഇട്ടപ്പോഴത്തെ 1-2 പേര് നമ്മളെക്കാട്ടി ഏജ്ഡായ ആൾക്കാരൊന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടപ്പോൾ എനിക്കങ്ങനെ വെറുതെ ഒരു ജാട കാണിച്ചിരിക്കാൻ തോന്നിയില്ല. അങ്ങനെ ജസ്റ്റ് ഇന്ന് കളിച്ചെന്നുള്ളൂ. അതിനകത്ത് 2 വീഡിയോ ആണ് ഉണ്ടായത്. ഒന്നെന്ന് പറഞ്ഞാൽ കൂത്താട്ടോളം പഠിക്കൻസ് ടെക്സ്റ്റൈൽസ് അവർ സ്ഥിരമായിട്ട് നമ്മുടെ ഗ്രൂപ്പാണ്. അപ്പോൾ അതിനകത്ത് അതാ രണ്ടാമത്തെ ലേഡീസ് വായിക്കുന്നത്. അത് 2 ദിവസത്തെയാണ്. വീഡിയോസാണ് അതായിരിക്കും. ഇതിപ്പോ പാട്ട് കേട്ട് ഡാൻസ് കളിച്ചതാണോ അതോ അവര് കളിക്കുന്ന കണ്ടപ്പോ അങ്ങ് കളിച്ചതാണോ? അല്ല, ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ 2 പേര് കളിക്കുന്നുണ്ട് ഞാൻ കളിച്ചതാണ്. മറ്റേത് ആരും കളിക്കാത്തപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് ജസ്റ്റ് രണ്ടാമത്തെ പഠിക്കൻസിൻ്റെ പോയപ്പോഴുള്ള 2ാമത്തെ വീഡിയോ എന്നുള്ള ലേഡീസ് കളിക്കുന്നില്ലേ. അപ്പോൾ ഞാൻ ഇവരാരും റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് കളിച്ച സീറ്റിൽ നിന്ന് കളിക്കുന്നു. അങ്ങനെ അതൊരു ഓളമായി പോയതാണ്. അത് അന്നേരം തോന്നിയതാണ്. കാര്യം നമ്മൾ ജാട പിടിച്ചിരുന്നിട്ട് കാര്യമില്ലത്തെ കാലഘട്ടത്തിൽ. ടൂർ പോകുമ്പോൾ ടൂറിന്റെ മൂഡ് തന്നെ അങ്ങ് പോവുക. ആൾക്കാർക്ക് മസിൽ പിടിച്ചിട്ട് കാര്യമില്ല. കാര്യം നമുക്ക് യാത്രക്കാരാണ് നമ്മുടെ, അവരോട് എങ്ങനെ ആത്മാർത്ഥത കാണിക്കുന്നു. നമുക്ക് ഈ ടൂറിസം ബഡ്ജറ്റ് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ട്രിപ്പൊക്കെ വരുന്നത് സ്ഥിരം യാത്രക്കാരുണ്ട്. നമുക്കിങ്ങനെ ഒരു KSRTC എന്ന സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ. ഇതിപ്പോ കൂടെയുള്ളൊരു യാത്രക്കാരൻ എടുത്ത് പോസ്റ്റ് ചെയ്തതാണ്. അതെ, ഇത് ഞാൻ അറിയുന്നില്ല. അതായത് കുറേ ദിവസം 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഡ്യൂട്ടിയിലേക്ക് എൻ്റെ വൈഫാണ് വിളിച്ച് പറയുന്നത്, അതുപോലെ പിന്നെ മനുഷ്യ നിങ്ങൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, എനിക്ക് ലിങ്കോടെ അയച്ചു. ഞാൻ അപ്പോഴങ്ങനെ കണ്ടപ്പോൾ ഷെയർ ഇരിക്കുന്നത്. അങ്ങനെ പിന്നെ എനിക്ക് ഇന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആരണ്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഡാൻസർ ആണോ? ശരിക്കും ഭയങ്കരമായ സ്റ്റെപ്പുകളാണല്ലോ. ഒരിക്കലും ഡാൻസർ അല്ല. ഞാൻ ഈ ഡാൻസുള്ള സിനിമകൾ കാണാറുണ്ട്. അത്രേ ഉള്ളൂ. എനിക്ക് ഞങ്ങളുടെ പിന്നെ വിജയുടെയൊക്കെ ഞങ്ങളുടെ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കാണാറില്ല. വിജയ് ഫാൻ ആയതുകൊണ്ടാണ് ഇത്രയും ഡാൻസ്. ഇപ്പോൾ പാട്ട് സീൻ അങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്ത ആ പാട്ട് സീനുള്ള സിനിമകൾ ഇങ്ങനെ കാണാറുണ്ട്. അതുകൊണ്ട് അതൊരിക്കലും ആ പാട്ടിനനുസരിച്ചുള്ള ഒരു സ്റ്റെപ്പല്ല, അന്നേരത്തെ മൂഡിനനുസരിച്ചുള്ള സ്റ്റെപ്പാണ്. ആ മൂഡ് KSRTC മൂഡ്, ട്രിപ്പ് മൂഡ്. അത് ഈ ട്രിപ്പിന്റെ KSRTCന്റെ കാര്യം പറയുമ്പോൾ KSRTC ബഡ്ജറ്റ് ടൂറിസം ഒക്കെ ഇങ്ങനെ നടത്തുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, നമ്മൾ ചിലപ്പോൾ പരിചയം ഇല്ലാത്ത ആൾക്കാരുടെ വേണ്ടിക്കും നമ്മൾ യാത്ര ചെയ്യുന്നത്. പക്ഷെ അവരെ ഒന്ന് വൈബാക്കാൻ വേണ്ടി ഇത്തരത്തിൽ പാട്ട് വെക്കുന്നത്, ഡാൻസ് കളിക്കുന്നതൊക്കെ ഉപകാരപ്പെടുന്നുണ്ടല്ലേ? നമ്മൾ തീർച്ചയായിട്ടും ട്രിപ്പ് വരുമ്പോൾ നമ്മൾ യാത്രക്കാരോടൊപ്പം തന്നെ നിൽക്കണം. കാരണം അവർ ഡാൻസ് കളിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ മസിൽ പിടിച്ചിരുന്നാൽ അത് അവർക്കൊരു നിരാശ. അപ്പം നമ്മളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ഫീഡ്ബാക്കിനകത്ത് പറയുന്നുണ്ട്, അവർക്ക് ഒരു സന്തോഷത്തോടെയാണ് ഇറങ്ങിപ്പോകുന്നത്. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയല്ല, നമ്മളൊക്കെ മാറിയേ പറ്റുള്ളൂ ഇന്നത്തെ കാലഘട്ടം. അല്ല, ഈ ഡാൻസ് കണ്ടപ്പോഴും ഇറങ്ങിക്കഴിഞ്ഞ ആൾക്കാർ പറഞ്ഞിരുന്നോ പൊളി സ്റ്റെപ്പായിരുന്നു എന്ന്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ ആരെങ്കിലും പോസ്റ്റ് ചെയ്യുന്ന എല്ലാം ഉടനെ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഉദ്ദേശിച്ചില്ല. അപ്പോൾ അതിനകത്ത് എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ബഡ്ജറ്റ് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ട് KSRTC ബഡ്ജറ്റ് ടൂറിസത്തിന് ഒരു പ്രൊമോഷൻ ആകാൻ കഴിഞ്ഞതിൽ എനിക്കൊരു സന്തോഷം. ആരുടെ മന്ത്രിമാരുടെ ആരുടെങ്കിലും വിളി വന്നോ? ഗണേശന്റെ ഓഫീസിൽ വിളിച്ചായിരുന്നു. അതെ അല്ലേ, അതൊരു വലിയ നിമിഷം തന്നെയാണല്ലേ. നമ്മൾ ഡാൻസ് കളിക്കുന്നു, മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളി വരുന്നു എന്നൊക്കെ പറയുന്നത്. വൈറലായിരിക്കുകയാണ് കൂടെയുള്ള കണ്ടക്ടർ. ഞങ്ങളുടെ ജില്ലാ കോർഡിനേറ്ററാണ്, ഞാൻ യൂണിറ്റിന്റെ കോർഡിനേറ്ററാണ്. ഞങ്ങളുടെ മോഡൽ അദ്ദേഹം നല്ല രീതിയിലാണ് കൂത്താട്ടുകുളത്ത് ഈ ട്രിപ്പ് കൊണ്ടു നടക്കുന്നത്. ഇപ്പം ഇതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഡാൻസ് ഫേസ്ബുക്കിലെല്ലാം വന്നതാണ്. പക്ഷേ ഇത്രയും വൈറലാകുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പോൾ 2 ഡാൻസ്, ഒരു ഡാൻസ് മാത്രമല്ല, 2 ട്രിപ്പിൽ പോയ ഡാൻസ് വൈറലായിട്ടുണ്ട്. അത് ചാനലുകളെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പോകുന്ന വഴിക്ക്, ഇപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്, അവിടെ നിൽക്കുമ്പോൾ തന്നെ കൂത്താട്ടുകുളത്തെ ആ ഡാൻസ് ചെയ്യുന്ന ആളെന്തി എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഡിപ്പോയ്ക്ക് ഒരു അഭിമാനം തന്നെയാണ്. അദ്ദേഹം കൊല്ലം സ്വദേശിയാണ്, കുണ്ടറ സ്വദേശിയാണെങ്കിലും കൂത്താട്ടുകുളത്ത് എറണാകുളം ജില്ലയിലേക്ക് വന്ന് ആ പ്രവർത്തനം
ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ നല്ല നിലയിലുള്ള പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞങ്ങളുടെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ പേരുള്ള നന്ദി കൂടി അറിയിക്കുകയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ ചേട്ടനോടും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഈ ഒരു ഡാൻസ് ഒക്കെ ചെയ്തതിനു ശേഷം ആളുകളിൽ കുറച്ചുകൂടി സ്വീകാര്യത ടൂറിസത്തിന്, അതായത് KSRTCയുടെ ടൂറിസത്തിന് കുറച്ചുകൂടി സ്വീകാര്യത വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഒരു ഭാഗം ആളുകൾ സ്ഥലങ്ങളിലെല്ലാം കോർഡിനേറ്റർമാർ ഇത്തരത്തിൽ പാട്ട് അല്ലെങ്കിൽ ഡാൻസുമായിട്ട് മികച്ച രീതിയിലുള്ള ഒരു സഹകരണം യാത്രക്കാരുമായിട്ട് നടത്തുന്നുണ്ട്. അതിൽ ഇദ്ദേഹത്തെ പോലെയുള്ള ചില ആളുകൾ മാത്രമാണ് വൈറലായിട്ട് മുന്നോട്ട് വരുന്നത്. അദ്ദേഹം അതിന് അർഹനായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം നല്ല രീതിയിൽ ഡാൻസ് ചെയ്യും, പാട്ടുപാടും, ആളുകളുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൂടി നമുക്ക് ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയിലെ 3 ജില്ലകളുടെ സംഗമ സ്ഥാനമാണ് കൂത്താട്ടുകുളം. ആ കൂത്താട്ടുകുളത്തിനൊരു മുതൽക്കൂട്ടായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇങ്ങനെ ഡാൻസ് കളിക്കാനുള്ള ഒരു എനർജി, അതിൻ്റെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മോടൊപ്പം ഉള്ളവർ എന്നെക്കാട്ടി പ്രായമുള്ളവർ നിന്ന് ഡാൻസ് കൈകൊട്ടി നിന്ന് ഡാൻസ് കളിക്കുമ്പോൾ ഇപ്പം ബാക്കി കുറച്ച് പേര് അനങ്ങാതിരിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഇവരോടൊപ്പം കൂടുമ്പോൾ ബാക്കിയുള്ളവരുടെ അതൊരു 10 പേര് 20 പേര് അതങ്ങനെ ഗ്രാജുവലി ഒരു വലിയ ഞങ്ങളുടെ തന്നെ ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞ പേരാണ് കൊട്ടിക്കലാശം, കലാശക്കൊട്ട് പോലെ അത് അങ്ങനെ ആക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത. അത് നമുക്ക് പ്രത്യേകത ഒരു പ്രീ പ്ലാനിങ്ങിനോടെ അല്ല, അപ്പം അന്നേരം നമുക്കൊരു തോന്നി അതങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അവരല്ലാണ്ട് നമ്മളോട് ഇപ്പൊ വന്ന ട്രിപ്പിൽ ഡാൻസ് കളിച്ചില്ലയോ? എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ട്രിപ്പൊക്കെ? അടിപൊളിയാണ്. അങ്ങനെ തന്നെ.